പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എ വണ്ടർഫുൾ ഡേ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഒരു വീക്കെൻഡും കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു. കർത്താവ് നടത്തിയ വിധങ്ങൾക്കൊക്കെ ആയിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. പ്രൈസ് ലോർഡ്. അവന്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ പോലും അറിയുന്നില്ല, ഒരു വ്യക്തി മഴയത്തിറങ്ങി നിൽക്കുമ്പോൾ എങ്ങനെ നനയുന്നോ അതുപോലെയാണ് ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും സമയം ചെലവഴിക്കുമ്പോൾ കർത്താവ് എന്നെയും നിങ്ങളെയും നിറച്ചുകൊണ്ടിരിക്കും. അഭിഷേകം നമ്മുടെ മേൽ വീണുകൊണ്ടേയിരിക്കും. പ്രൈസ് ലോർഡ്. അഭിഷേകമാണ് സകല മുഖങ്ങളെയും തകർക്കുന്നത്. കർത്താവിന്റെ വചനമാണ് എന്നെയും നിങ്ങളെയും അധികമായി ബലപ്പെടുത്തുന്നത്. എന്നെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത് കർത്താവിന്റെ വചനമാണ്. ആ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുമ്പം നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാൻ തുടങ്ങും. അകമേ വലിയ ബലമുണ്ടാകാൻ തുടങ്ങും. ദൈവാനുരൂപമായ എന്റെ പുറത്ത് ഈ കാണുന്നത് എന്റെ ശരീരമാണ്, എന്നാൽ എന്റെ അകത്ത് ദൈവാനുരൂപമായ ഒരു ആത്മാവ് വസിക്കുന്നുണ്ട്. എന്റെ ആത്മാവിൽ ഒരു വ്യക്തി ബലപ്പെടാൻ തുടങ്ങുമ്പം തന്നെ പ്രൈസറോ വലിയ മാറ്റങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടാകും. ഈ പൗലോസ് അപ്പോസ്തലൻ റോമൻസിന് എഴുതുമ്പോൾ അതിന്റെ 12-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപമാകാതെ. അതെ, നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, നമ്മൾ ഈ ജഡത്തിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, ഈ ലോകത്തിന് ഞാൻ എന്ത് ചെയ്യരുത്, അനുരൂപമാകാതെ, ഈ ലോകത്തിന്റെ പാറ്റേൺ ഞാനും നിങ്ങൾ പിടിക്കാതെ പ്ലീസ് മനസ്സ് പുതുക്കി. കാരണം എന്നാ, ദൈവപ്രസാദമായ ആ വാക്യം ഒന്ന് വായിച്ച് ഞാൻ കേൾപ്പിക്കാം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന്. അപ്പം കർത്താവിന്റെ ഓരോ കാര്യങ്ങളിലും ദൈവത്തിന്റെ ആലോചന, അല്ലെ കർത്താവിന്റെ ഹിതം, കർത്താവിന് എന്നെക്കുറിച്ചുള്ള പദ്ധതികൾ, അത് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മൾ നമുക്ക് പുറമേ പല മാറ്റങ്ങളും വരുത്താം. പുറമേ മാറ്റങ്ങൾ കൊണ്ടൊന്നും നമ്മൾക്ക് മുടി വേണമെങ്കിൽ ഡൈ ചെയ്യാം, മീശ വേണമെങ്കിൽ കറുപ്പിക്കാൻ സാധിക്കും, അല്ലെ. നമുക്ക് പുറമേ നമ്മുടെ അപ്പിയറൻസിൽ ഒത്തിരി മാറ്റങ്ങൾ, നമുക്ക് കോസ്റ്റ്യൂംസ് നമുക്ക് മാറ്റാൻ പറ്റും, ഡ്രസ്സുകൾ മാറ്റാൻ പറ്റും, നമുക്ക് ഭക്തിയുടെ വേഷം ധരിക്കാൻ സാധിക്കും. വളരെ നമ്മൾ ദേവാലയത്തിലൊക്കെ ചെല്ലുമ്പോൾ വളരെ ഭക്തിയോടെ നിൽക്കുന്നത് പോലെ വളരെ ഭക്തിയോടെ നമ്മുടെ പുറത്തെ മനുഷ്യനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പുറത്തെ മനുഷ്യന്റെ ആക്ടിങ് കൊണ്ട് പ്ലീസ് നമ്മുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ല. എന്നാൽ അകത്തെ മനുഷ്യൻ മാറ്റപ്പെടുമ്പോൾ, അകത്തെ മനുഷ്യന് ചില രൂപാന്തരങ്ങൾ ഉണ്ടാകുമ്പോൾ, അകത്തെ മനുഷ്യന് ചില ഒരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നമ്മുടെ ജീവിതത്തിൽ മാറാൻ തുടങ്ങും. എവരിത്തിങ് വിൽ ചേഞ്ച്. എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് ഓർപ്പിക്കുന്നത്, മനസ്സ് പുതുക്കി. ഓരോ ദിവസവും പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ ഡൈ ഡെയിലി. ഞാൻ ദിനം പ്രതി ഞാൻ മരിക്കുന്നു. ഞാൻ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞും ക്രിസ്തുയേശുവിന്റെ പരമവിളിയിലേക്ക് ഞാൻ ദിനം തോറും ആയോണ്ടിരിക്കുകയാണ്. ഇന്നിൽ പോൾ പറയുന്ന ഒരു കാര്യം, ഞാൻ ലഭിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, ഞാൻ തികഞ്ഞവനായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ എന്നിൽ മാറ്റം കൊണ്ടുവരാൻ ഓരോ ദിവസവും നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രൈസ്. എന്നിട്ട് അവിടെ പറയുന്ന ഫിലിപ്പി ലേഖനത്തിലാണ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളട്ടെ. നമ്മൾ പെർഫെക്റ്റ് ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊള്ളട്ടെ, ഒന്ന് ഞാൻ ചെയ്യുന്നു, ഞാൻ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞും ക്രിസ്തുയേശുവിന്റെ പരമവിളിയിലേക്ക് ഞാൻ ആയിയാണ്. ഞാൻ എന്നിലൊരു മാറ്റം എന്റെ അകത്ത്. ഞാൻ ഇന്നും നന്നായിട്ടില്ല, ഇന്നും പല കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ശരിയാകാനുണ്ട്. ആ പല കാര്യങ്ങൾ ഞാൻ പറയും, ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, ദിസ് ഇസ് സെൽഫ് റിപ്പയർ, അല്ലെ. ഇത് ഞാൻ എന്നെ തന്നെ നന്നാക്കുന്നതാണ്, എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, എന്നിൽ ചില മാറ്റങ്ങൾ ഞാൻ വരുത്തുന്നതാണ്. പ്ലീസ്, ഞാൻ മാറ്റാനൊന്നും ശ്രമിക്കേണ്ട. ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ മാറാൻ തുടങ്ങും. മഴയത്ത് നിൽക്കുമ്പോൾ നനയുന്നത് പോലെ തന്നെ പ്ലീസലോ ആ ദൈവവചനത്തിന് ദൈവസാന്നിധ്യത്തിൽ ഒരു ദൈവവൈതൽ ഇരിക്കുമ്പോൾ തന്റെ അകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആ അകത്തെ മാറ്റങ്ങൾ തന്റെ പുറത്തോട്ട് വ്യാപരിക്കാൻ തുടങ്ങും. ദൈവവചനം പറയുന്നില്ലേ, യേശു പറഞ്ഞൊരു വാക്കാണ്, ഹൃദയം ദൈവവചനം പറയാണ്, ഹൃദയം നിറഞ്ഞ് കവിയുന്നത് അതത്രേ വാ പ്രസ്താവിക്കുന്നത്. നമ്മുടെ അകത്ത് എന്താണോ നിറയുന്നത്, അകത്ത് ഫ്രസ്ട്രേഷൻ ആണോ, അകത്ത് ഭയമാണോ, അകത്ത് ദുഃഖമാണോ, അകത്ത് നിരാശയാണോ, അത് മാത്രമേ
മാത്രമേ പുറത്തോട്ട് വരത്തുള്ളൂ. നിങ്ങളുടെ അകത്തെ മനുഷ്യനിൽ സന്തോഷമുണ്ടോ, നിങ്ങളുടെ അകത്തെ മനുഷ്യനിൽ സമാധാനമുണ്ടോ, അകത്ത് പ്രൈസ് എന്തുണ്ടോ അത് മാത്രമേ ഈ സീൻ റലത്തിലോട്ട് വരത്തുള്ളൂ. പ്രൈസ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും ഈ വീക്കെൻഡാണ്, ഈ ഒരു പുനരുദ്ധാന ദിവസത്തിനോട് നമ്മൾ അടുത്ത് വന്നിരിക്കുകയാണ്. ഈ ആഴ്ച മുഴുവൻ കർത്താവ് നമ്മളെ നടത്തിയില്ലേ? നമുക്കൊന്ന് നമ്മളെ തന്നെ ഒന്ന് മാറ്റാം. നമ്മളിൽ തന്നെ ഒരു വലിയ സെൽഫ് റിപ്പയറിംഗ് നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. അങ്ങനെ പോൾ പറയുന്നത് പോലെ നിങ്ങൾ മനസ്സ് പുതുക്കി. മാറ്റം വരേണ്ടത് അകത്താണ്, പുറത്തല്ല. നമ്മൾ പുറത്ത് ആരെയും കാണിക്കാൻ നമുക്ക് എന്ത് വേണേലും ചെയ്യാം, പക്ഷേ പുറത്തല്ല. ചിലരുടെയൊക്കെ സംസാരം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഇത്രയും നല്ല വ്യക്തികൾ ഉണ്ട്, ഇത്രയും നല്ല വ്യക്തിയാണോ എന്ന് തോന്നിപ്പോകും. പക്ഷെ അകം നമ്മൾ കണ്ടാൽ പ്രൈസലോ നോക്ക്, നമ്മുടെ അകത്ത് എന്താണോ അതായിരിക്കണം നമ്മുടെ പുറത്ത് പ്രതിഫലിക്കുന്നത്. അകത്താ ക്രിസ്തുവിന്റെ സന്തോഷം, അകത്താണ് ആ മാറ്റം വരേണ്ടത്. ഇന്നൊരു വചനം ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ അതിന്റെ 11 അധ്യായം അതിന്റെ 2 വാക്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. പലപ്പോഴും നമ്മൾ പലപ്പോഴും ഈ എൻഗേജ്മെന്റിനൊക്കെ, കല്യാണത്തിന് എൻഗേജ്മെന്റിനൊക്കെയാണ് പലപ്പോഴും ഈ വാക്യം വായിച്ച് ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹ നിശ്ചയത്തിനാണ് പലപ്പോഴും നമ്മൾ ഈ വാക്യം പലപ്പോഴും ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പ്രൈസ്ലോ നമ്മൾ മറന്നു പോകരുതാത്ത ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാം വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണ്. ക്രിസ്തു എന്ന മണവാളന്, ഈ ലോകത്തിലെ ഏറ്റവും യോഗ്യനായ മണവാളന് പ്രൈസ് വാക്ക് കൊടുത്തവരാണ് ഞാനും നിങ്ങളും. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ, ഒരു വ്യക്തി യേശുവിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ, കർത്താവെ എന്റെ ഉള്ളിലോട്ട് വരണം എന്ന് പറയുമ്പോൾ ആ കർത്താവിന് ഞാൻ എന്റെ വാക്ക് കൊടുത്തിരി. ഇനിയും ഞാൻ ലോക അവസാനത്തോളം നോക്ക്. ഈ എൻഗേജ്മെന്റിന് എന്നാ വാസ്തവത്തിൽ നടക്കുന്നത്? എൻഗേജ്മെന്റിന് ഒരു മണവാളനും മണവാട്ടിയും അവരുടെ വാക്ക് കൈമാറുകയാണ്. ഇനി മുതൽ എന്റെ ജീവിതകാലം മുഴുവൻ നിന്നോട് മാത്രം ഞാൻ ചേർന്ന് നിൽക്കും എന്ന ആ ഒരു വാക്ക്, നീ മാത്രമായിരിക്കും എന്റെ ജീവിതത്തിൽ. അങ്ങനെ ഒരു വാക്ക് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് എൻഗേജ്മെന്റ്. ആ എൻഗേജ്മെന്റ് പറയുന്നത് ഒരു വിവാഹ ദിവസം വരുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് ദൈവമക്കൾ, വി ആർ എൻഗേജ്ഡ് വിത്ത് യേശുക്രിസ്തുവുമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞവരാണ്. കാരണം ഒരു വിവാഹ നിശ്ചയം വരുന്നുണ്ട്. എന്റെ ശ്രേഷ്ഠ മണവാളൻ എന്നെ ചേർക്കാൻ വരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് പ്രൈസ് ഒരിക്കലും ഞാൻ ലജ്ജിച്ചു പോകരുത്. നോക്ക്, ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു മണവാളൻ, ഒരു മണവാട്ടി എന്നാ ചെയ്യുന്നത്? തന്നെത്താൻ സൂക്ഷിക്കും. തന്റെ ഹൃദയത്തിൽ ആ മണവാളനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും. എങ്ങനെയും ആ വിവാഹ ദിവസം വരണം, എങ്ങനെയും ആ വിവാഹം നടക്കണം, ആ വിവാഹം ഒരിക്കലും മുടങ്ങിപ്പോകരുത് അല്ലെ? അതായിരിക്കും ഒരു മണവാട്ടിയുടെ അകത്തൂടെ പോകുന്ന ഒരു ചിന്ത. അങ്ങനെയാണെങ്കിൽ പ്രൈസ്, ഞാനും ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ്. ആ വ്യക്തിയോട് പറയുകയാണ്. എനിക്ക് അതിന്റെ 3 വാക്യമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. 2 കൊരിന്ത്യർ അതിന്റെ 11 അധ്യായം അതിന്റെ 3 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. നോക്ക്, 2 വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, എന്നാൽ. ഈ പലപ്പോഴും ഈ എന്നാൽ, അതുകൊണ്ട് എന്നൊക്കെ ഈ ദൈവവചനം പറയുമ്പോൾ അതിന്റെ അകത്ത് ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. എന്നാ പറയുക, എന്നാൽ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ, ഹൗവായെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് എവിടെയാ? അപ്പൊ കറക്റ്റഡ് ആകുന്നത് എവിടെയാണ്? നമ്മുടെ മനസ്സിലാണ്. അതാ പോൾ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. സർപ്പം ഹൗവായെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നോക്ക്, എന്ന് ആ കൺസേൺ ഒന്ന് നോക്കിക്കേ. പ്രൈസ്, നിങ്ങളെ ഹയർ പ്ലാൻസിന് വേണ്ടിയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ്. നിങ്ങൾ ക്രിസ്തു എന്ന മണവാട്ടിയുടെ നോക്ക്, ക്രിസ്തു എന്ന ആ മണവാളന്റെ മണവാട്ടിയാണ് നിങ്ങൾ. പ്രൈസ്, അങ്ങനെ ആ ക്രിസ്തുവിനുള്ള മണവാട്ടിയായിട്ട് നിങ്ങളെ ഒരുക്കിയിരിക്കുമ്പോൾ നോക്ക്, നിങ്ങളുടെ ഏകാഗ്രതയും നിർമ്മലതയും, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ
എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പം ഈ ചേഞ്ച് വരേണ്ടത് മുഴുവൻ എൻ്റെ അകത്താണ്. എൻ്റെ പുറമെ നമുക്ക് വിവാഹത്തിനൊക്കെ മണവാട്ടി ഒരുങ്ങി വരുന്നത് നോക്ക് എത്ര മനോഹരമായിട്ടാണ് അല്ലേ, വളരെ മനോഹരമായിട്ട് ഗൗണൊക്കെ ഇട്ട് നല്ല സാരിയൊക്കെ ഉടുത്ത് അങ്ങനെ വളരെ മണവാട്ടി തന്നെത്താൻ എന്ത് ചെയ്യുകയാണ്, ഒരുങ്ങി നല്ല ബെസ്റ്റായിട്ട് പ്രസ്. പക്ഷേ ആ വെളിയിൽ കാണുന്ന ഒരുക്കത്തെക്കാൾ തന്റെ ജീവിതം മുഴുവൻ ഈ മണവാളനോട് ചേർന്ന് നിൽക്കാൻ അകത്തൊരു ആ തീരുമാനത്തിനല്ലേ വലിപ്പം. തന്റെ പുറത്ത് ഉള്ള ഒരുക്കങ്ങൾ അന്നത്തെ ദിവസം കൊണ്ട് തീരുന്നതാണ് അല്ലേ. ആ ഡ്രസ്സൊക്കെ അന്നത്തെ ദിവസം വീട്ടിൽ ചെന്ന് അത് അഴിച്ചു വെക്കും. എത്ര നല്ലവണ്ണം മേക്കപ്പ് ചെയ്യും, നല്ലവണ്ണം നോക്ക് തലമുടിയൊക്കെ നല്ലവണ്ണം കെട്ടും അല്ലെ, നല്ല ഗൗണൊക്കെ ധരിക്കും അല്ലെ, നല്ല കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടായിരിക്കും വരുന്നത്. പക്ഷെ അതെല്ലാം ആ ദിവസം കൊണ്ട് ആ ഫംഗ്ഷനോടെ അതെല്ലാം തീരും. എന്നാൽ ആ ഫംഗ്ഷൻ കഴിഞ്ഞാലും തന്റെ ദൗത്യം അവിടെ ആരംഭിക്കുകയാണ് അല്ലെ. അതുപോലെയാണ് ക്രിസ്തുവിനോട് ചേരുവാൻ ഞാനും നിങ്ങളും എടുത്തിരിക്കുന്ന തീരുമാനം. ഒരു ലൈഫ് ടൈം ദൗത്യം അവിടെ എന്ത് ചെയ്യുകയാണ്, ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ആരംഭിക്കുകയാണ്. അവിടുന്ന് എന്റെ ആ ബന്ധം അത് ചെറിഷ് ചെയ്യാൻ, അത് നറിഷ് ചെയ്യാൻ, ആ ബന്ധം ഏറ്റവും ബെസ്റ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പം പിശാച് എപ്പോഴും കറപ്റ്റ് ചെയ്യാൻ നോക്കുന്ന അകത്താണ്. ഹവ്വായെ ഉപായത്തിൽ ചതിച്ച് ഹവ്വായോട് പറഞ്ഞത്, ഹവ്വായോട് വന്ന് ചോദിച്ച് ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? നോക്ക്, ഒരു സംശയം കൊണ്ടുവന്നിടുകയാണ്. അപ്പൊ പറഞ്ഞു, നടുക്കത്തെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, നന്മ തിന്മകളുടെ വൃക്ഷം അതിന്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കഴിക്കുന്ന മാത്രയിൽ നീ മരിക്കും. ഉടനെ പിശാച് പറയുന്ന 3:5 ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 5 പിശാച് പറയുന്ന ഒരു മറുപടി ഉണ്ട്, നീ മരിക്കത്തില്ല നിശ്ചയം. ഇത് നോക്ക്, നമ്മളെ നുണകൾ കേട്ട് നുണകൾ പറഞ്ഞ് എന്ത് ചെയ്യാൻ നോക്കാൻ, നമ്മളെ കറപ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. നീ മരിക്കത്തില്ല, പകരം എന്ത് ചെയ്യും, നിന്റെ വിസ്ഡം തുറക്കും, നിന്റെ കണ്ണ് തുറക്കാൻ ഇടയാകും. നീ എന്നിട്ട് എന്താകും, നീ ദൈവത്തെ പോലെയാകും. മനസ്സിലായോ? ഇതുപോലെയാണ് കറപ്ഷൻ, ഇതുപോലെയാണ് നിന്നെ കറപ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. നിന്നെ ആ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാൻ നോക്കുന്നതാണ് പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതി. അപ്പം എന്റെ അകമയാണ് എനിക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരേണ്ടത്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവവൈതലിനോട് പറയാം, നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്നവരായിരിക്കാം, നിങ്ങൾ കൈ അടിക്കുന്നവരായിരിക്കാം, നിങ്ങൾ പാട്ട് പാടുന്നവരായിരിക്കാം. പക്ഷെ നമ്മുടെ കണക്ഷൻ പോയിട്ട് നമ്മൾ പാട്ട് പാടിയിട്ടും നമ്മൾ ആരാധിച്ചിട്ടും നമ്മൾ അന്യഭാഷ പറഞ്ഞിട്ടും നമ്മൾ സഭായോഗത്തിൽ പങ്കെടുത്തിട്ടും ദൈവവേലയ്ക്ക് കൊടുത്തിട്ടും നോക്ക് ഒന്നും കാര്യമില്ല. ഇഫ് യു ആർ കണക്റ്റഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്, യേശുവായിട്ട് വ്യക്തിപരമായി നമ്മൾ കണക്റ്റഡ് ആണോ, നിമിഷം നമ്മുടെ മനസ്സിൽ രൂപാന്തരം. ഒരു വചനം കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ എന്തോ ഒന്ന് തൊടുന്നത് പോലെ തോന്നും. ഒരു വചനം കേൾക്കുമ്പോൾ തന്നെ അയ്യോ ഇത് എന്നോടാണല്ലോ, ഈ ഏറിയയിൽ ഞാൻ മാനസാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്, ഈ ഏറിയ എന്റെ ജീവിതത്തിൽ ശരിയാക്കിയേ പറ്റത്തുള്ളൂ എന്ന് നമ്മുടെ അകത്ത് വലിയൊരു തോന്നൽ വരാൻ തുടങ്ങും. അതെന്തുകൊണ്ടാണ് കണക്ഷൻ? ഇവിടെ ഇപ്പൊ ലൈറ്റ് എല്ലാം കത്തിയിട്ടുണ്ട്, കാരണം എന്തുകൊണ്ടാണ് ദിസ് ഇസ് കണക്റ്റഡ് അല്ലെ. ഇതൊരു പവർ പോയിന്റുമായിട്ട് കണക്ട് ആയിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇത്രയും ഇലുമിനേറ്റഡ് ആയിട്ടിരിക്കുന്നത്. ലൈറ്റ് എല്ലാം കത്തിയിട്ടുണ്ട്, എല്ലാം പ്രകാശമായിരിക്കുന്നതിന് ഒറ്റ കാര്യമുള്ളൂ, ദിസ് ഇസ് കണക്റ്റഡ് വിത്ത് എ പവർ സോഴ്സ്. ഇതൊരു പവർ സോഴ്സുമായിട്ട്, ഇലക്ട്രിസിറ്റിയുമായിട്ട് ഇത് കണക്ട് ചെയ്തത് കൊണ്ടാണ് ഈ ബൾബിന്റെ ലൂമിനൻസ് ഒക്കെ വളരെ മനോഹരമായി അത് എലിമിനേറ്റഡ് ആയിട്ടിരിക്കുന്നത്. അത് കത്തി പ്രകാശിച്ച് നിൽക്കുകയാണ്. പ്രൈസ്. അതുപോലെ ഞാനും നിങ്ങളും യേശുക്രിസ്തുവുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ പ്രൈസ് നോക്ക്, ഞാനും നിങ്ങളും പ്രകാശിക്കാൻ തുടങ്ങും. നമ്മൾ ഒരു വാക്യം കൂടെ ശ്രദ്ധിക്കാൻ പോവുകയാണ്. കൊരിന്ത്യ ലേഖനം അതിന്റെ 2 കൊരിന്ത്യർ അതിന്റെ 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അത് ഈ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ നോക്ക്, കൊരിന്ത്യ സഭ എന്ന് പറയുന്നത് ഏറ്റവും കൃപാവരങ്ങൾ നിറഞ്ഞ സഭയാണ്. കൊരിന്ത്യ സഭ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭ സ്ഥാപിച്ചു. പ്രൈസ്. അപ്പല്ലോസ് ഞാൻ നട്ടു. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, എന്നാൽ വളരുമാറാക്കിയത് ദൈവമാണ്. കർത്താവ് അവർക്ക് കൃപാവരങ്ങളെ കൊണ്ട് കർത്താവരെ നിറച്ചു. അവരെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന, അവർ ഒരു കൃപാവരത്തിലും എന്ത് ചെയ്തില്ല, അവർക്ക് കുറവ് ഉണ്ടായിരുന്നില്ല. അവർക്ക് എല്ലാ കൃപാവരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒത്തിരി കുഴച്ചിലുകൾ ഉണ്ടായി, ഒത്തിരി ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ഒത്തിരി വേണ്ടാത്ത കാര്യങ്ങൾ അവരുടെ
ജീവിതത്തിലേക്ക് കടന്നു. അവരിൽ വഴക്കുണ്ടായിരുന്നു, അവരിൽ ഭിന്നതയുണ്ടായിരുന്നു, അവരിൽ വേണ്ടാത്ത ജീവിതങ്ങളുണ്ടായിരുന്നു. നോക്ക്, പറയാൻ പോലും കൊള്ളുവേലാത്ത രീതിയിലുള്ള ജീവിത രീതികളിലാണ് അവർ കടന്നുപോയത്. അങ്ങനെ ഒരു തകർന്ന ജനത്തെ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി അപ്പോസ്തലനായ പൗലൂസ് എഴുതുന്ന ലേഖനമാണ് കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യറും അതിന്റെ 2 കൊരിന്ത്യറും. അതിന്റെ അകത്ത് അതിന്റെ 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ പൗലൂസ് പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും. നോക്ക്, പുറമേ ദിസ് വിൽ പെരിഷ് അല്ലെ. ഇത് മണ്ണ് കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഈ ശരീരം മണ്ണിനോട് മണ്ണ് ചേർന്നേ പറ്റത്തുള്ളൂ. നോക്ക്, അതിനു മുമ്പേ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് മേഘാരൂഢനായി വന്നാൽ ഈ ശരീരം ഞാൻ ഇവിടെ ഇട്ടിട്ട് തേജസ്സുള്ള ഒരു ശരീരം പ്രാപിച്ച് ഞാൻ കർത്താവിനോട് കൂടെ എടുക്കപ്പെടും. അപ്പം ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നോക്ക്, പുറമെ നമ്മള് ഒരു 20-25 വയസ്സിലൊക്കെ നമ്മൾ ഓടിയതുപോലെ അല്ല. പിന്നെ പ്രായം മുമ്പോട്ട് വരുമ്പോൾ ഒരു 80 വയസ്സുകാരൻ അല്ലെങ്കിൽ ഒരു 90 വയസ്സുകാരൻ ആയിരിക്കുന്നത് ഒരു 20-25 വയസ്സിലുള്ള ആ ബലത്തിലോ ശക്തിയിലോ അല്ല. ആ വ്യക്തിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പുറമേ ഉള്ള മനുഷ്യന് കുറെ നോക്ക്, മുടിയൊക്കെ നരച്ചു, നടക്കാനൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി, പല്ലൊക്കെ പൊഴിഞ്ഞു, പലതും വെപ്പുവല്ലൊക്കെയാണ് വെച്ചിരിക്കുന്നത്, ചെവിക്ക് അല്പം കേൾവിക്കുറവ് വന്നിട്ടുണ്ട്, കണ്ണിന് അല്പം കാഴ്ചക്കുറവ് വന്നിട്ടുണ്ട്. അപ്പൊ പുറമേ ഉള്ള മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? നാൾക്ക് നാൾ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അകമേ ഉള്ള മനുഷ്യൻ, ഒരു വ്യക്തിയുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചാലും അകമേ ഉള്ള മനുഷ്യന് ബലമുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒരിക്കലും പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല. ഇവിടെ പോൾ പറയുന്ന കാര്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഞങ്ങൾക്ക് അകത്ത് വീണ്ടും ബലം വരികയാണ്, അകത്ത് വീണ്ടും ശക്തി വരികയാണ്. ഈ അടുത്ത കാലത്ത് ഞാനൊരു പ്രായമുള്ള ഒരു അച്ചായനോട് സംസാരിക്കുമ്പോൾ, ഒരു 100 വയസ്സിന് മേളിലുണ്ട്, ഒരു പിതാവിനോട് സംസാരിക്കുന്ന സമയത്ത് ആ പിതാവ് പറയുകയാണ്, നോക്ക്, എനിക്കിനി ഒരു ശുശ്രൂഷയുണ്ട്, എനിക്ക് ഇനിയും എന്തുണ്ട്? ഒരു ശുശ്രൂഷ ഉണ്ട്. നോക്കിക്കേ, ആ വ്യക്തിയുടെ അകത്തെ ആ ദാഹം, അകത്തെ ഒരു തിളപ്പ് അതൊരിക്കലും കുറഞ്ഞു പോയിട്ടില്ല. തനിക്ക് പ്രായമായി, തനിക്ക് പ്രായം 100 കഴിഞ്ഞു, ആ അച്ചായൻ വളരെ വിശ്രമ ജീവിതത്തിലൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ തനിക്ക് അകത്ത് ഇപ്പോഴും എന്ത് ചെയ്യുകയാണ്? അകത്ത് വലിയൊരു കത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ശുശ്രൂഷ തീർന്നു പോയിട്ടില്ല, എന്റെ ബലം കുറഞ്ഞു പോയിട്ടില്ല, എന്റെ അകത്തെ മനുഷ്യൻ ക്ഷയിച്ചിട്ടില്ല, ഈ പുറമേ മാത്രമേ ഉള്ളൂ, എന്റെ മൂവ്മെന്റിന് മാത്രമേ ഉള്ളൂ ചില കുറവ് വന്നിട്ട് എനിക്ക് അകത്ത് ഇപ്പോഴും ആ തിളപ്പ്, ഞാൻ യേശുവിനെ അറിഞ്ഞ ആ കാലങ്ങളിൽ എനിക്കുണ്ടായിരുന്ന ആ ദാഹം, ആ ഒരു തിളപ്പ്, സുവിശേഷത്തെ കുറിച്ചുള്ള ആ തീഷ്ണത, അത് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, എനിക്ക് കെട്ടുപോയിട്ടില്ല. സുവിശേഷം രക്ഷയാണ്, അനേകരെ വിടുവിക്കുന്നതാണ്, അനേക വീടുകളിൽ സമാധാനം കൊണ്ടുവരുന്നതാണ്. അത് കർത്താവ് എന്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. അതിന്റെ അകത്ത് എനിക്ക് ഭയങ്കര ബലമാണ്, അകത്ത് ഭയങ്കര ഉറപ്പാണ്, അകത്ത് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം, അകത്ത് ഇങ്ങനെ എന്തോ വലിയ ഫ്ലൈറ്റിന്റെ ജെറ്റിന്റെ എഞ്ചിൻ ഓൺ ആയിരിക്കുന്നത് പോലെ, കുതിച്ചുയരാൻ ഓൺ ആയിരിക്കുന്നത് പോലെ എന്റെ അകത്ത് വേറൊരു കുതിപ്പിന് വേണ്ടി ഉണർന്നിരിക്കുകയാണ്. പുറത്തെ മനുഷ്യന് ചിലപ്പോൾ ബലഹീനതയൊക്കെ ഉണ്ടായിരിക്കാം. ആ പുറത്തെ മനുഷ്യന്റെ ബലഹീനത നിങ്ങൾ നോക്കരുത്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ എന്ത് ചെയ്യണം? ബലപ്പെടണം, ശക്തിയോടെ എഴുന്നേൽക്കണം. അതിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ പറയാണ്, നൊടി നേരത്തേക്ക് ഞാനും നിങ്ങളും കടന്നു പോകുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇവിടെ ദൈവവചനം ഓർപ്പിക്കുകയാണ്, നൊടി നേരത്തേക്ക് ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന് നിത്യഘനം കിട്ടുവാൻ ഹേതുവായി. അപ്പം നമ്മുടെ കഷ്ടങ്ങളും നമ്മൾ ഈ ലോകത്തിൽ നേരിടുന്ന പല പ്രതിസന്ധികളും അത് അല്പനേരത്തേക്കേ ഉള്ളൂ, അത് ഷോർട്ട് ലീവ്ഡ് ആണ്, അതിന് ആയുസില്ല. ഞാൻ ആരോ ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രശ്നം അതിന് ആയുസില്ല, അത് ഷോർട്ട് ലീവ്ഡ് ആണ്, അത് അതിന്റെ ആ വിഷയം ഉറപ്പായിട്ടും അത് അതിന്റെ അന്ത്യത്തിലോട്ട് ഓടുകയാണ്, അത് ഷോർട്ട് ലീവ്ഡ് ആണ്, അത് നൊടി നേരത്തേക്ക്. ഇങ്ങനെ ഒരു സ്നാപ്പ് മാത്രമേ ഉള്ളൂ, ഒരു നൊടി നേരെ അതിന് ആയുസുള്ളൂ, ആ നൊടി നേരത്തേക്കുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ അകത്ത് നിത്യ തേജസ്, നിങ്ങളുടെ അകത്തിരിക്കുന്നത് നിത്യ തേജസ്സാണ്, ഒരിക്കലും തീരാത്ത ഒരു മഹത്വം, ഒരു വർദ്ധിച്ചു വരുന്ന ഒരു ദൈവമഹത്വം, വർദ്ധിക്കുന്ന പ്രത്യാശ, വർദ്ധിക്കുന്ന ദൈവമഹത്വം. പുറത്തെ മനുഷ്യൻ ക്ഷയിക്കുന്നെങ്കിലും
അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുകയാണ്. അങ്ങനെ വർദ്ധിക്കുന്ന ദൈവ മഹത്വത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അതിന് പിശാചിനോ അവന്റെ പ്രവൃത്തികൾക്കോ ഒന്നും നിങ്ങളെ തൊടാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടും. എന്നിട്ട് പറയുന്ന ഒരു കാര്യം അതിന്റെ 18ാം വാക്യത്തിൽ പറയുകയാണ്, കാണുന്നതിനെ അല്ല. നോക്ക്, കാണുന്നത് നമ്മുടെ കാഴ്ച ചിലപ്പം വേറെ ആയിരിക്കും. കാണുന്നത് സാമ്പത്തികമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നതായിരിക്കാം. കാണുന്നത് ഒരു കുടുംബജീവിതം തകർന്നിരിക്കുന്നതായിരിക്കാം. കാണുന്നത് ജോലി നഷ്ടപ്പെടുന്നതായിരിക്കാം. എന്നാൽ ഇവിടെ വചനം പറയുകയാണ്, കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കുന്നത്. കാണുന്നത് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന പല കാര്യങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ പ്രതികൂലമായ ചില കാര്യങ്ങളായിരിക്കാം നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത്. എന്നാൽ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചത് നോക്ക്, കാണുന്നതിനെ അല്ല. ഇതൊന്നും അല്ല എന്റെ വിഷയം, ഇപ്പൊ കടന്നു പോകുന്ന ഒന്നുമല്ല. കാണുന്നതിനെ അല്ല, നോക്ക്, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നിട്ട് പറയുകയാണ്, കാണുന്നത് താൽക്കാലികം, ഇത് ടെമ്പററി ആണ്. ഇന്ന് ദൈവമക്കളോടെല്ലാം പറയാം, നിങ്ങൾ കടന്നു പോകുന്ന ഏത് വലിയ വിഷയമാണെങ്കിലും അത് ഷോർട്ട് ലീവ്ഡ് ആണ്, അത് ടെമ്പററി ആണ്, അതിന് അടിസ്ഥാനമില്ല, അതിന് വേരില്ല. എന്നാൽ കാണാത്തതോ, നിങ്ങള് ദൈവവചനം പറയാണ്, കാണാത്തത് നിത്യമാണ്. നോക്ക്, കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് അത് നമ്മൾ പലതും നമ്മൾ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല എന്നാ ദൈവവചനം പറയുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി കഴിഞ്ഞത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ നിരൂപിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ നമുക്കോ അത് തന്റെ ആത്മാവിനാൽ അവൻ വെളിപ്പെടുത്തി തരും. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് തന്റെ അകമാണ് ബലം. തന്റെ ശരീരം എത്ര ബലഹീനമായാലും തന്റെ അകം ബലത്തോടെ ശക്തിപ്പെട്ടാൽ ഒന്നിനും അവനെ പിടിച്ചു വെക്കാൻ സാധിക്കത്തില്ല. ഒന്നിനും ഈ ലോകത്തിൽ അവനെ താഴ്ക്കാൻ സാധിക്കത്തില്ല. നോക്ക്, അതിന്റെ 4ാം വാക്യം വായിക്കുമ്പോൾ പറയുകയാണ്, ദൈവപ്രതിമയായ ഈ കൊരിന്ത്യർ ലേഖനം അതിന്റെ 4 നോക്കുമ്പോൾ അത് 4 മുഴുവൻ ഓരോ വാക്യങ്ങൾ എടുത്താലും, അതിന്റെ 1 മുതലുള്ള ഓരോ വാക്യങ്ങൾ നമ്മൾ എടുത്താലും അതിന്റെ അകത്ത് ഇറ്റ് ഇസ് സോ റിച്ച്. അതിന്റെ അകത്ത് ഒത്തിരി മഹത്വം ഇരിപ്പുണ്ട്. അതിന്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ മൈൻ, ഒരു നിധിയാണ് കൊരിന്ത്യർ ലേഖനം അതിന്റെ 4ാം അധ്യായം. അതിന്റെ 4ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം നിങ്ങളിൽ പ്രകാശനം ശോഭിപ്പാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ, നോക്ക് അവിടെ പറയാം, മനസ്സിനെ, നിങ്ങളുടെ മനസ്സാണ് ബ്ലൈൻഡ് ചെയ്യാൻ നോക്കുന്നത്, നിങ്ങളുടെ പുറമേ അല്ല. നിങ്ങളുടെ പുറമേ ഉള്ള സാഹചര്യങ്ങൾ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ അത് ഷോർട്ട് ലീവ്ഡ് ആണ്. എന്നാൽ ഒരാളുടെ മനസ്സിന്റെ അകത്ത് തീർന്നു എന്നൊരു വിചാരം വന്നാൽ, ഒരാളുടെ മനസ്സിന്റെ അകത്ത് ഇനിയും എനിക്ക് രക്ഷയില്ല എന്നൊരു വിചാരം വന്നാൽ, നോക്കിക്കേ, ഒന്നിനും ആ വ്യക്തിയെ പുറത്തെടുക്കാൻ സാധിക്കത്തില്ല. നോക്ക്, എന്തൊക്കെ വിഷയം ഉണ്ടെങ്കിലും ഒരു ദിവസം രാവിലെ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചോ. നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ ക്ഷീണമായിരിക്കും. ചിലപ്പോൾ കട്ടിലേന്ന് എഴുന്നേക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല, അങ്ങനത്തെ ക്ഷീണമായിരിക്കും. ഇന്ന് എനിക്ക് തീരെ വയ്യ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ നിങ്ങൾ 3 ദിവസം കിടക്കും. നേരെ മറിച്ച് നിങ്ങൾ രാവിലെ എഴുന്നേക്കാൻ വരുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും, ശാരീരികമായി വളരെ ബലഹീനതയിലായിരിക്കും പോകുന്നത്. എന്നാൽ ഇന്ന് എന്റെ ആകയാൽ കർത്താവ് എനിക്ക് തുണ എന്ന് പറഞ്ഞ് നിങ്ങൾ ചാടി അങ്ങോട്ട് എഴുന്നേറ്റാൽ എത്ര വലിയ ക്ഷീണമാണോ നമ്മുടെ നാടൻ ഭാഷയിൽ അത് പമ്പ കടക്കുക തന്നെ ചെയ്യും. എത്ര വലിയ പ്രതികൂലമാണോ അത് മാറുക തന്നെ ചെയ്യും. അതിനൊന്നും ഒരു ദൈവവൈതലിനെ തൊടാൻ, അതിന് ഒന്നും താക്കാനോ സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ അകത്തെ മനുഷ്യനാണ് പുറപ്പെടേണ്ടത്. പുറത്തെ മനുഷ്യന് ബലഹീനത വരും, ക്ഷീണം വരും, പുറത്തെ മനുഷ്യൻ ഡൗൺ ആകുന്ന സമയങ്ങൾ വരും. എന്നാൽ എന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ അങ്ങോട്ട് ബലപ്പെട്ടാലുണ്ടല്ലോ ഒന്നിനും പിടിച്ചു വെക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ പറയുകയാണ്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിപ്പാതിരിക്കാൻ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. അപ്പൊ മനസ്സിലാണ് കവർ കൊണ്ടുവരുന്നത്, മനസ്സിനെയാണ് തകർക്കാൻ നോക്കുന്നത്. ഈ ലോകത്ത് ചുറ്റുപാട് നടക്കുന്ന ഒരു സാഹചര്യത്തിനും ദൈവ പൈതലെ നിങ്ങളെ താക്കാനോ തകർക്കാനോ സാധിക്കത്തില്ല. എന്നിട്ട് പറയുകയാണ്, ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നാ ക്രിസ്തു പ്രകാശിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയത്തിൽ ഇലുമിനേറ്റഡ് ആകുന്നത് എന്നാണ്? ദൈവത്തിന്റെ വചനമാണ്. എന്താണ് ഇലുമിനേറ്റഡ് ആകുന്നത്? എന്നെ ഒരു നാളും കൈവിടത്തില്ല, ഞാൻ നിത്യതയ്ക്കായിട്ട് വിളിക്കപ്പെട്ടവനാണ്, ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് വൻ കാര്യത്തിനാണ്, എല്ലായിടത്തും ക്രിസ്തുയേശു മുഖാന്തരം എന്നെ ജയോത്സവമായി നടത്തുമെന്ന് അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വലിയ ഉറപ്പും ധൈര്യവുമാണ് എന്റെ അകത്ത് പ്രകാശിക്കുന്നത്. എന്റെ അകത്തെ മനുഷ്യൻ ഒരിക്കലും
ഇടിയത്തിരുത്, താന്നു പോകരുത്. അകത്തെ മനുഷ്യൻ നാൾതോറും ബലപ്പെടണം. അതുകൊണ്ടാണ് നമ്മൾ എഫെസ്യ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. 1-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിന്റെ 16 മുതൽ വായിക്കുമ്പോൾ അവിടെ പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. എന്ത് പ്രകാശിക്കണം? അകത്തെ മനുഷ്യൻ. നിങ്ങളുടെ അകത്തെ കണ്ണ് തുറക്കണം, ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. അവന്റെ വിളിയാൽ ഉള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ നിങ്ങൾക്കുള്ള അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും ഒന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ അകക്കണ്ണൊന്ന് തുറക്കാൻ പോൾ പറയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ പൈസ ഒക്കെ ഉണ്ടാകും. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിങ്ങളെ പിന്തുടരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. നിങ്ങളുടെ ശരീരം ബലഹീനമാണോ നോക്ക്, നിങ്ങൾക്ക് ആരോഗ്യം തരാൻ കർത്താവ് മതിയായവനാണ്. രോഗസൗഖ്യം ഞാൻ വിശ്വസിക്കുന്നത് എന്റെ കർത്താവ് ആരോഗ്യമുള്ള ശരീരം തരാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ എന്റെ ആരോഗ്യം ഒന്ന് ബലഹീനമായാൽ കർത്താവ് ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ഹീലിംഗ്. നോക്ക്, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങൾ ഒരിക്കലും താഴാൻ സമ്മതിക്കത്തില്ല. അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? അകത്തെ ഹൃദയ കണ്ണുകളൊന്ന് തുറക്കണം, അകത്തെ ദൃഷ്ടി ഒന്ന് തുറക്കണം. കാരണം എന്നാ, വിശുദ്ധന്മാരിൽ അവകാശത്തിന് മഹിമാധനം ഉണ്ട്. എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. പലപ്പോഴും നീ തകർന്നു പോകും. ഞാൻ ഈ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു, ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ ഈ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ എന്റെ ജീവിത അനുഭവമാണ്. പലപ്പോഴും എന്റെ ഓരോ വാക്കുകളിലും വരുന്നത് ഞാൻ എന്റെ ജീവിത അനുഭവമാണ്. ഞാൻ 1999 എന്റെ ജീവിതം മുഴുവൻ തകർന്ന് ക്ഷീണാരോഗിയായി വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞു. അതേ സമയത്ത് ഞങ്ങളുടെ ബിസിനസ്സുകൾ ഓരോന്നായിട്ട് തകർന്നു. ഭീകരമായ കടഭാരത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ 69ഓളം കേസുകൾ, 25ഓളം അറസ്റ്റ് വാറന്റുകൾ, ഒരു വ്യക്തിക്ക് വിടുവിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുകയാണ്. ആ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദം എന്നാണെന്നറിയോ? നീ തീർന്നുപോയി, ഇനി നിനക്ക് ഉയരാൻ സാധിക്കത്തില്ല, ഇനി നിനക്ക് തല ഉയർത്തി നടക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഞാൻ കേട്ടു. നീ പോയി ചാക്. ഞാൻ കേട്ടുകൊണ്ടിരുന്ന ശബ്ദമാണ്, എന്റെ കാതുകളിൽ ഞാൻ കേട്ടുകൊണ്ടിരുന്ന ശബ്ദമാണ്. ഞാൻ നോക്ക്, നീ പോയി ചാക്, ഇനി ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നടക്കുകയാണ്. ഞാൻ ഓരോ രാത്രികളിലും ആത്മഹത്യാ ശ്രമങ്ങൾ എന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് ജീവനുള്ള സുവിശേഷം എന്നെ തേടി വന്നത്. അത് ഈ രണ്ടും കേൾവിയ നോക്ക, ഒന്ന് പിശാച് നുണ പറയുകയാണ്, ഒന്ന് പിശാച് തീർക്കാൻ നോക്കുകയാണ്. എന്നാൽ ഇങ്ങേപ്പുറത്തെ കർത്താവ് രക്ഷയുടെ വാതിൽ നമുക്ക് വേണ്ടി തുറക്കുകയാണ്. ഇങ്ങേപ്പുറത്ത് നോക്കി കേൾക്കുന്ന ശബ്ദം, ഇല്ല, നിനക്ക് വഴിയുണ്ട്, നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും, ദൈവം പ്രവർത്തിക്കും. അതല്ലേ നോക്ക്. എന്നിട്ട് പറയാണ്, നോക്ക്, ദൈവവചനം പറയുന്നത് എന്നാ? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്തെ. പുറത്തെ സാഹചര്യങ്ങളാണോ ആദ്യം മാറിയത്? കടമല്ലല്ലോ. ആദ്യം മാറിയത് അകത്തെ മനുഷ്യനിൽ വലിയൊരു പ്രത്യാശ വന്നു. മനസ്സിലാണ് ആദ്യത്തെ മാറ്റങ്ങൾ സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിന്റെ മനസ്സിടിഞ്ഞു പോയാൽ ഈ ലോകത്തിൽ ആർക്കും ആ വ്യക്തിയെ വിടുവിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഒരു ദൈവ പൈതൽ മനസ്സിൽ വിശ്വാസം വിളിച്ചു പറയാൻ തുടങ്ങിയാൽ ഒരു ദൈവ പൈതലിനെ ഈ ലോകത്ത് കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിനും അവരെ ഇടിച്ചു കളയാനോ അവരെ താഴ്ത്തുവാനോ സാധിക്കത്തില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന എഫെസ്യ ലേഖനം 1:19 ഞാൻ വായിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങളൊന്നും അറിയേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവമക്കളെ സംബന്ധിച്ച് ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് ധാരാളമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണണം. ഈ ലോകത്തിൽ നടക്കുമ്പോൾ ഒരു ദിവസവും ആ മനസ്സ് ഒന്ന് പുതുക്കി ഒന്ന് നടന്നേ, ഒന്നിനും കുറവ് വരത്തില്ല. നോക്ക്, ഈ ലോകത്ത് കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിനും അത് നൊടി നേരത്തേക്ക്, ഒരു സ്നാപ്പിന്റെ ഇതേ ഉള്ളൂ, നൊടി നേരത്തേക്കുള്ള ലഘു. അതല്ലേ പൗലോസ് പറഞ്ഞത് 4:16, നൊടി നേരത്തേക്കുള്ള നിങ്ങളുടെ ലഘുവായ കഷ്ടം. നോക്ക്, അത് ഇച്ചരേ ഉള്ളൂ, അത് ഷോർട്ട് ലിവ്ഡ് ആണ്, അതിന് ആയുസില്ല. എന്നാൽ ഓരോ ദിവസവും
ക്രിസ്തുവിനോടുള്ള ആ സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യരുത്, സമ്മതിക്കരുത്. റോമൻസ് 12 പറയുന്നത് പോലെ അതുകൊണ്ട് എന്ത് ചെയ്യണം, മനസ്സ് പുതുക്കി രൂപാന്തരം. ഓരോ ദിവസവും എന്റെ അകത്താ വ്യത്യാസം വരണ്ടേ. എന്റെ പുറത്തെ കുറച്ചുകൂടെ നല്ലൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ സാമ്പത്തികമായ നന്മ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് നല്ലൊരു വീടുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് നല്ലൊരു വാഹനം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് വിദേശ രാജ്യത്ത് ഒന്ന് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ, അതല്ല അകം ശരിയായ ഇതെല്ലാം തുറക്കും. നമ്മുടെ മനസ്സിൽ ഒരു വ്യക്തി വിശ്വാസത്തോടെ ചില കാര്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയാൽ ഈ പുറത്തെ സാഹചര്യങ്ങളെല്ലാം മാറും. പുറമേ ഉള്ളത് നോക്കരുത്. ആ പച്ചൻ പറഞ്ഞതുപോലെ ഇനിയും എനിക്കൊരു ശുശ്രൂഷയുണ്ട്. 100 വയസ്സ് കഴിഞ്ഞു, 100 വയസ്സ് കഴിഞ്ഞു. പക്ഷെ 100 വയസ്സിലും ഞാൻ PG അങ്കിളിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. തന്റെ 85-ാം വയസ്സിലും ഇന്ത്യയുടെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ആ വഴിയിൽ ഇറങ്ങി നിന്ന് പരസ്യയോഗം ചെയ്യാൻ തക്കവണ്ണം ആ മനുഷ്യനെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്നില്ലേ? അത് അകത്തെ മനുഷ്യന്റെ ബലമാണ്. അത് തന്റെ പുറത്തെ സാഹചര്യങ്ങളല്ല, അകത്തെ മനുഷ്യന്റെ ബലമാണ്. ക്ഷീണവും ബലഹീനതയും ഒക്കെ കാണും ശരീരത്ത്, പക്ഷെ അകത്തെ മനുഷ്യൻ ഒരുക്കമുള്ളതാണ്. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടാണ് നിൽക്കുന്നത്. അകത്തെ മനുഷ്യന് അകത്തെ മനുഷ്യൻ നമ്മുടെ പുറത്തെ മനുഷ്യനെ റെയിൻ ചെയ്യണം. നമ്മുടെ പുറത്തെ മനുഷ്യൻ കയറി അകത്തെ മനുഷ്യനെ റെയിൻ ചെയ്യരുത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇന്നൊരു ക്ഷീണമാണ്, നമ്മുടെ പുറത്തെ മനുഷ്യൻ പറയാണ് ഇന്നൊരു ക്ഷീണമാണ്. ആ ക്ഷീണം കയറി നിങ്ങളുടെ അകത്തെ മനുഷ്യനെ കയറി പിടിക്കരുത്. അതിന് പകരം നിങ്ങളുടെ അകത്തെ മനുഷ്യൻ നിങ്ങളുടെ പുറത്തെ മനുഷ്യനെ കയറി റെയിൻ ചെയ്യാൻ തുടങ്ങിയാൽ ഒന്നിനും നിങ്ങളെ താക്കാൻ പറ്റത്തില്ല. ദൈവവൈതലെ നിങ്ങൾ താന്നു പോകത്തില്ല. സോ വി ആർ ഗോയിങ് ടു പ്രേ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പുറത്തെ മനുഷ്യൻ, അകത്തെ മനുഷ്യന്റെ ബലം നമ്മുടെ പുറത്തെ മനുഷ്യനുണ്ടാകേണ്ടതിനായി, അകത്ത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നില്ലേ എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്നാ ചോദിച്ചേ. അവന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആൾതാമസമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ കർത്താവിന്റെ മഹത്വം കർത്താവ് വെച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടേ നിങ്ങളെ വിളിച്ചിരിക്കുന്ന കർത്താവ് അതൊന്ന് കണ്ടുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ ദിവസം തരികയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീടുകളെ അനുഗ്രഹിക്കുകയാണ്, കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. ഇന്ന് അവർ കടന്നുപോകുന്ന ഏത് വെല്ലുവിളിയാണെങ്കിലും ഏത് പ്രതിസന്ധിയാണെങ്കിലും അതിന്റെ അകത്ത് അവരുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിനായി, അകത്ത് ഗ്ലോറി വെളിയിൽ പൊതിയേണ്ടതിനായിട്ട് കർത്താവെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ we are overcomers. We are designed to overcome any situation we go through. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. ശാരീരികമായ സൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇനിയും രക്ഷയില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞത്, ഞാൻ വൈദ്യശാസ്ത്രത്തെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആ വൈദ്യശാസ്ത്രം പരാജയപ്പെടുമ്പോഴും പരാജയപ്പെടാത്ത നാമമാണ് യേശുവിന്റെ നാമം. ആ യേശുവിന്റെ നാമത്തിൽ എല്ലാ മുട്ടും മടങ്ങുമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ക്യാൻസറുകൾ ഇപ്പോൾ തന്നെ മുട്ട് മടങ്ങട്ടെ. ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തള്ളിക്കളഞ്ഞതിനെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ. സ്കിൻ പ്രോബ്ലങ്ങൾ സൗഖ്യമാകട്ടെ. മുട്ടുവേദനകൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ വിടുതൽ കൽപ്പിക്കുകയാണ്. എല്ലാ ആർത്രൈറ്റിക് പെയിൻസും യേശുവിന്റെ നാമത്തിൽ മാറാൻ കൽപ്പിക്കുന്നു. എല്ലാ അലർജിയും സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തൈറോയിഡിന്റെ പ്രോബ്ലങ്ങൾ, എന്നെ കേൾക്കുന്ന പലരും തൈറോയിഡിന്റെ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് തൊടുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുകയാണ്. ദൈവകൃപ ധാരാളമായിട്ട് നിന്റെ മക്കളുടെ മേൽ വരട്ടെ. അവർ കടന്നു പോകുന്ന ഏത് സാഹചര്യമാണെങ്കിലും അതിന്റെ അകത്ത് പുതിയ വഴികൾ തുറക്കട്ടെ, പുതുക്കം വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ധാരാളമായി വരുന്നതിനായി സ്തോത്രം. സാമ്പത്തികമായ നന്മകൾ വരട്ടെ. കടഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറാൻ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങളെ തകർക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന സാമ്പത്തികമായ വെല്ലുവിളി, ചില ജപ്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. അത്ഭുതകരമായ വഴികൾ തുറക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വരുമാനങ്ങൾ തുറന്നു വരട്ടെ. അത്ഭുതമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സാക്ഷ്യം കൂടി ഓർത്തു. ഇന്നലെ വന്നൊരു ടെസ്റ്റിമണിയാണ്.
സോ അതുകൂടെ ഒന്ന് പങ്കുവെക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുക. എന്നെ ട്രിവാൻഡ്രം ഭാഗത്തു നിന്ന് വിളിക്കുന്ന രണ്ടുപേരുണ്ട്. ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും അവർ PSC എഴുതിയിട്ടിരിക്കുമായിരുന്നു. അവർക്ക് അവരുടെ ആ ടൈം, അപ്പോയിന്റ്മെന്റ് ടൈം, അതിന്റെ എന്നാണോ ആ ടെസ്റ്റിന്റെ ടൈം, അതിന്റെ റിസൾട്ട് വന്നു. അവർക്ക് സെലക്ഷൻ ഉണ്ട്, പക്ഷേ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല. വളരെ നാളായിട്ട് പ്രൊലോങ്ഡ് ആയി. സോ അവരുടെ ആ ഏജ് ഓവർ ആകുന്ന ഒരു ടൈം ഫേസിലോട്ട് അവർ വരികയായിരുന്നു. അപ്പം ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം, ഇല്ല കുഞ്ഞ്, നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് വരും. എന്റെ കർത്താവ് തള്ളിക്കളയത്തില്ല. കർത്താവിനെ മുറുകെ പിടിച്ചോണം, ഒന്നിനും കുറവ് വരത്തില്ല. ഇന്നലെ ആ മോള് എന്നെ കേൾക്കുന്നുണ്ട്. ഇന്നലെ രാവിലെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു പറഞ്ഞു. എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും, രണ്ടുപേരും കേൾക്കുന്നുണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് മണി വാളിൽ ഇടണം. നോക്ക്, കർത്താവ് അത്ഭുതകരമായിട്ട് രണ്ടു പേർക്കും, ഒരാൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഒരാൾക്ക് കേരള യൂണിവേഴ്സിറ്റിയിലും മിനിഞ്ഞാന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നു. ഞാൻ പറഞ്ഞത് എന്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവന്റെ നാമം അത്ഭുത നാമമാണ്. അതിന്റെ നാമം എല്ലാം ഉളവാക്കുന്ന നാമമാണ്. ആ നാമം ആരാശ്രയിച്ചാലും, നോക്ക്, ഈ നമ്മൾ പവർ ലൈനിൽ ആര് പോയി പിടിച്ചാലും കറണ്ട് അടിക്കുമെന്ന് പറയുന്ന പോലെ എന്റെ കർത്താവിനെ ആര് തൊട്ടാലും, നോക്ക്, ആ രക്തസ്രവക്കാരി തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടതുപോലെ കർത്താവിനെ ആര് തൊട്ടാലും ഒരു ശക്തി അവരിലോട്ട് പുറപ്പെടും. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഹാവ് എ വണ്ടർഫുൾ വീക്കെൻഡ്. മറക്കരുത്, നാളെ ഞായറാഴ്ചയാണ്. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. എന്തെങ്കിലും വേറെ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പ്ലാനൊക്കെ അടച്ചു വെച്ചിട്ട് സഭായോഗത്തിൽ ആദ്യം പോയി കർത്താവിനെ ആരാധിച്ചിട്ട് നിങ്ങൾ ഏത് കാര്യത്തിനും പോയിക്കോ. നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കും. ഫസ്റ്റ് പ്രയോറിറ്റി, മുമ്പേ എന്റെ രാജ്യം. കർത്താവ് പറഞ്ഞതല്ലേ, മുമ്പേ എന്റെ രാജ്യം. അതാദ്യം ഒന്ന് സീക്ക് ചെയ്ത് ബാക്കിയെല്ലാം അതിനോടുകൂടെ ചേർക്കപ്പെടുന്നതാണ്. സോ ഗോഡ് ബ്ലെസ് യു. നാളത്തെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്. ഞങ്ങൾക്ക് കോഴഞ്ചേരിയിൽ ആദ്യത്തെ സഭായോഗം രാവിലെ 6:30-ക്കാണ്. രണ്ടാമത്തെ സഭായോഗം രാവിലെ 10 മണിക്കാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. കം, വി വിൽ വേർഷിപ്പ് ദ കിങ് ഓഫ് കിങ്സ്. നമ്മള് രാജാതിരാജനും കർത്താവായ കർത്താതികർത്തനുമായവനെ നമുക്ക് ഒന്നിച്ച് ആരാധിക്കാം. ആൻഡ് വി ആർ ഗോയിങ് ടു സീ മൈറ്റി തിങ്സ് ടുമോറോ. ഒന്ന് വിശ്വസിച്ചേ. സോ ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ വീക്കെൻഡ്. ഗോഡ് ബ്ലെസ് യു. ഷെയർ ദ വീഡിയോ ഓൾസോ. വീഡിയോ ഷെയർ ചെയ്യണം. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിംഗ് ടു മെനി പീപ്പിൾ. ഗോഡ് ബ്ലെസ് യു.